പോസ്റ്റ് കാർഡുകളും ഇല്ലന്റുകളും ഓർമ്മയായി മാറിയെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പുത്തൻ സാധ്യതകളിലൂടെയാണ് തപാൽ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. സ്വകാര്യ കമ്പനികളെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്നതും പൊതുജനങ്ങൾ ഏറെ ആശ്രയിക്കുന്നതുമായ കൊറിയർ സേവനം തപാൽ വകുപ്പിൻ്റേതാണ്. പെൺകുട്ടികൾക്ക് മാത്രമായുള്ള സുകന്യ സമൃദ്ധി യോജന, റെക്കറിംഗ് ഡിപ്പോസിറ്റ് തുടങ്ങിയ സാമ്പത്തിക സേവനങ്ങളും ഉൾപ്പെടെ കാലാനുസൃതമായ മാറ്റത്തിലാണ് തപാൽ വകുപ്പ് ഇന്ന്. ഒരു കാലത്തെ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയബന്ധങ്ങൾ നിലനിർത്തിയിരുന്നത് ഈ പോസ്റ്റ് ഓഫീസുകളായിരുന്നു. കാലഘട്ടങ്ങൾക്കിപ്പുറം ഇല്ലന്റും പോസ്റ്റ് കാർഡുകളും വിസ്മൃതിയിലേക്ക് മാഞ്ഞപ്പോൾ പോസ്റ്റ് ഓഫീസുകളുടെ ആ പ്രതാപകാലവും മങ്ങി. എങ്കിലും കാലത്തിനൊപ്പം മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ യാത്ര. ഇന്ന് ഇന്ത്യയിൽ എവിടെയും കൊറിയർ അയക്കാനുള്ള സംവിധാനം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനുണ്ട്. സ്വകാര്യ കമ്പനികൾ വലിയ വിലയിൽ ഇടപാടുകൾ നടത്തുമ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ കൊറിയർ സംവിധാനത്തിന് പണച്ചിലവ് കുറവാണ്. 500 ഗ്രാം തൂക്കമുള്ള പാഴ്സൽ അയക്കുന്നതിന് തപാൽ വകുപ്പ് ഈടാക്കുന്നത് 42 രൂപ മാത്രം. എന്നാൽ ഇതിന് മറ്റ് കൊറിയർ സ്ഥാപനങ്ങൾ ഈടാക്കുന്നത് 80 രൂപയിലധികമാണ്. ഞാൻ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനം എന്ന നിലയിൽ അവർ ഇതിനൊരു ഫിക്സഡ് പ്രൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ പിന്നീടാണ് അത് ബോധ്യപ്പെട്ടത്. നമുക്കറിയാം, ഇതിനകത്ത് കൃത്യമായിട്ടൊരു ചാർട്ടുണ്ട്. 500 ഗ്രാം വരെ ഉള്ളതിന് 42 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. പിന്നീട് വരുന്ന ഓരോ അര കിലോയ്ക്കും 20 രൂപ വെച്ചുള്ള വർധനമാണ് വന്നിരിക്കുന്നത്. അതേസമയത്ത് അതേ സാധനം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം DTDC കൊറിയർ സർവീസിൽ കൊടുത്തു. DTDC കൊറിയർ സർവീസിൽ കൊടുത്തതിൻ്റെ റെസീറ്റാണിത്. അതേ സാധനം തന്നെ 300 ഗ്രാം സാധനം വെച്ചപ്പോൾ 80 രൂപ അവർ മിനിമം ചാർജായിട്ട് വാങ്ങിച്ചിരിക്കുന്നു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ കൊറിയർ സംവിധാനം ഉപയോഗിക്കുന്നത് മൂലം പകുതി തുകയിൽ അധികം ലാഭിക്കാനാകുമെന്നതാണ് പ്രത്യേകത. പാഴ്സൽ, ലോജിസ്റ്റിക് സേവനങ്ങൾക്ക് പുറമെ പോസ്റ്റൽ സേവിങ്സ്, പോസ്റ്റൽ ഇൻഷുറൻസ്, സുകന്യ സമൃദ്ധി യോജന, മണി ട്രാൻസ്ഫർ, ഡിജിറ്റൽ സേവനങ്ങൾ ഉൾപ്പെടെയുള്ളവയും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നൽകുന്നുണ്ട്. ജനം, ഇടുക്കി.